നമസ്കാരം. ലിറ്റിൽ ഗൈഡ്സ് അവതരിപ്പിക്കുന്ന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിൽ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ജിതിൻ പി അധ്യക്ഷത വഹിച്ച ചടങ്ങ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇരിട്ടി ബ്ലോക്ക് ചെയർമാൻ എം രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളം ലോകത്തിന് സംഭാവന നൽകിയ മികച്ച മാതൃകകളുണ്ട്. ആ മാതൃകയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രമാക്കി നാം ലോകത്തിന് സംഭാവന ചെയ്തതാണ് കേരള നിയമസഭ. ഹെഡ് മാസ്റ്റർ കെ വി മനോജ് മാസ്റ്റർ, പ്രിൻസിപ്പാൾ കെ ടി റീന, സ്റ്റാഫ് സെക്രട്ടറി ശരത് പ്രഭാത് എന്നിവർ സംസാരിച്ചു. ഏറെക്കാലം നിയമസഭയിൽ വ്യത്യസ്ത സ്ഥാനങ്ങൾ അലങ്കരിച്ച ശ്രീ പുരുഷോത്തമൻ, ശ്രീ ബാലമുരളീകൃഷ്ണൻ എന്നിവർ പാർലമെന്റിനെ കുറിച്ചുള്ള വ്യത്യസ്ത കാര്യങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുകയും യൂത്ത് പാർലമെന്റിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. തുടർന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പ്രവർത്തനങ്ങൾക്ക് സമാനമായ രീതിയിൽ വിവിധ സ്ഥാന നേതാക്കളെ തിരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ, ചരമോപചാരം, നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം എന്നിവ സംഘടിപ്പിച്ചു. യൂത്ത് പാർലമെന്റിലെ രാഷ്ട്രപതിയായി മാളവിക ചിത്രൻ, പ്രധാനമന്ത്രിയായി അനുസ്മയ, സ്പീക്കറായി അഭിരാമി, പ്രതിപക്ഷ നേതാവായി അനുശ്രീയ അഖിലേന്ദ്രനെയും തിരഞ്ഞെടുത്തതിന് ശേഷമായിരുന്നു പാർലമെന്റ് ചടങ്ങുകൾ. എന്നും രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഭീമൻ മുതൽ തന്നോളം മറ്റാരെയും സ്നേഹിക്കാൻ കഴിയാത്ത സേതു വരെ വ്യത്യസ്തതകളുടെ പരമ്പരയാണ് എംടിയുടെ ഓരോ കഥയും. വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ത്യൻ പാർലമെന്റിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ഏറെ ആവേശത്തോടെ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇതിൽ പങ്കുചേർന്നത്. We represent not just our respective constituencies, but the aspirations, hopes, and dreams of over 1.3 billion Indians. It is our sacred duty to ensure that the voices of our people are heard and their interests protected. 2024-25 വനിതാ തൊഴിൽ സുരക്ഷാ ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത്തരം സംഗതികളാണ് നമുക്കില്ലാതെ പോകുന്നത്. കൗതുകങ്ങൾ നിറഞ്ഞ പഠന അനുബന്ധ വാർത്തകളുമായി ഇനിയും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.